LDF വരും എല്ലാം ശരിയാകുമെന്ന ചൊല്ല് കഴിഞ്ഞ 9 വർഷം കൊണ്ട് അന്വർത്ഥമായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. നവകേരളം ഏതെങ്കിലും കാലത്ത് യാഥാർത്ഥ്യമാകേണ്ട സങ്കല്പമല്ലെന്നും വർത്തമാനകാലത്ത് തന്നെ നമ്മളത് നേടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് LDF എറണാകുളത്ത് സംഘടിപ്പിച്ച ബഹുജന റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. 1.5 ലക്ഷത്തോളം പേർ അണിനിരന്ന റാലി സമീപകാലത്ത് കൊച്ചി കണ്ട ഏറ്റവും വലിയ ബഹുജന മുന്നേറ്റമായി മാറി. വലിയ മാറ്റങ്ങൾക്കാണ് കഴിഞ്ഞ 9 വർഷം നാട് സാക്ഷ്യം വഹിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. LDF വരും എല്ലാം ശരിയാകും എന്ന ചൊല്ല് അന്വർത്ഥമായെന്നും വികസനക്ഷേമ രംഗങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞുവെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുകയാണ്. തനത് വരുമാനം വർദ്ധിപ്പിച്ച് പ്രതിസന്ധികളെ അതിജീവിച്ച് നാം നേട്ടങ്ങൾ കൊയ്തു. കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തികമായ ഉപരോധങ്ങൾക്കിടയിലും സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാൻ ഒരുപാട് നടപടികൾ സ്വീകരിച്ചപ്പോഴും നമ്മൾ അതിനെയെല്ലാം നേരിട്ടുകൊണ്ട് തന്നെ നാടിനെ മുന്നോട്ട് നീക്കാനാണ് ശ്രമിച്ചത്. അതിന് നമുക്ക് കഴിഞ്ഞത് നമ്മുടെ നാടിൻ്റെ തനത് വരുമാനം വർദ്ധിച്ചിരിക്കുന്നു, നമ്മുടെ നാടിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിച്ചിരിക്കുന്നു, നമ്മുടെ നാടിൻ്റെ പ്രതിശീർഷ വരുമാനം വർദ്ധിച്ചിരിക്കുന്നു. ഇതിൻ്റെയെല്ലാം ഭാഗമായാണ് നമുക്ക് നല്ല രീതിയിൽ പുരോഗതി നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. നവകേരളം ഏതെങ്കിലും കാലത്ത് യാഥാർത്ഥ്യമാകേണ്ട സങ്കല്പമല്ലെന്നും വർത്തമാനകാലത്ത് തന്നെ നമ്മളത് നേടുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. നാം പറയുന്ന നവകേരളം അത് ഒരു സങ്കല്പമല്ല, ഏതെങ്കിലും കാലത്ത് വരട്ടെ എന്നുള്ള രീതിയിലല്ല, വർത്തമാനകാലത്ത് യാഥാർത്ഥ്യമാക്കേണ്ട ഒരു കാര്യമാണ്. ആ വർത്തമാനകാലത്ത് നവകേരളം യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ സഹായവും സഹകരണവും പിന്തുണയും ഇതേവരെ നിങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇനിയും തുടർന്ന് നിങ്ങളിൽ നിന്ന് ഉണ്ടാകണം. മന്ത്രിമാരായ P. രാജീവ്, GR അനിൽ, CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം CN മോഹനൻ, ജില്ലാ സെക്രട്ടറി S. സതീഷ്, മറ്റ് LDF നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന ബഹുജന റാലിയിൽ 10,000-ങ്ങളാണ് അണിനിരന്നത്. കൈരളി ന്യൂസ്, കൊച്ചി.